മുരിങ്ങക്കായും കാഷ്യൂ ഒക്കെ ഇട്ടിട്ടുള്ള സൂപ്പർ തീയലാണ്. അതിനായിട്ട് 1 കപ്പ് തേങ്ങ, 2 വെളുത്തുള്ളി, കുറച്ച് ഇഞ്ചി, കറിവേപ്പില, ചുവന്നുള്ളി. ഇത് നമുക്ക് നന്നായിട്ട് ഫ്രൈ ചെയ്യണം. ഒട്ടും വെള്ളമില്ലാതെ അരക്കാനായിട്ടാണ്. കുറച്ച് കുരുമുളക്, 1 ടീസ്പൂൺ കുരുമുളക് ഇട്ടിട്ടുണ്ട്. നന്നായിട്ട് വറുക്കണം. ഞാനിവിടെ ഇച്ചിരി വെളിച്ചെണ്ണ ചേർത്തിട്ടാണ് വറുക്കുന്നത്. ഒരുപാടൊന്നും വേണ്ട, കുറച്ച് വെളിച്ചെണ്ണ മതി. ഇതുപോലെ നന്നായിട്ട് വറുത്ത് വരുമ്പോഴേക്കും അതിലേക്ക് കുറച്ച് കാഷ്യൂ ചേർക്കാം. പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ. ഇത്രയാണ് ചേർക്കുന്നത്. നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. പൊടി ഇട്ട് കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്യണം, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇനി നമുക്കൊരു ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് ഒരു 5 ചുവന്നുള്ളി വട്ടം വട്ടം അരിഞ്ഞിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ചുവന്നുള്ളി കൂടാതെ നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടി ഉണ്ട്. തക്കാളി 2 തക്കാളി, പിന്നെ പച്ചമുളക് 3 എണ്ണം, കുറച്ച് മുരിങ്ങക്കായ, 1 പിടി കാഷ്യൂ അരമണിക്കൂർ വെള്ളത്തിൽ കുതിർത്തെടുത്തതാണ്. അത് നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് വഴറ്റണം. എന്നിട്ട് അതിലേക്ക് നമുക്ക് മുരിങ്ങക്കായും പച്ചമുളകും ചേർത്ത് ചെറുതായിട്ടൊന്ന് വഴറ്റണം. പിന്നെ അവസാനം തക്കാളിയുടെ സ്കിന്ന് മാറ്റിയിട്ടാട്ടോ ഞാൻ എടുക്കുന്നത്. ആവശ്യത്തിന് ഉപ്പും വെള്ളവും ചേർത്ത് കൊടുക്കാം. വെള്ളം പിന്നെ ഒഴിക്കില്ല. പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. നന്നായിട്ട് അടച്ചു വെച്ചങ്ങ് വേവിക്കാം. ഇത് വെന്ത് കഴിയുമ്പോൾ മുരിങ്ങക്കായുടെയൊക്കെ കളറ് മാറി വരും. കണ്ടോ, ഒരു മഞ്ഞ കളറായിട്ട് വരും. അന്നേരം നമുക്ക് നമ്മൾ അരച്ചു വെച്ചിട്ടുള്ള തേങ്ങ, വറുത്തരച്ച തേങ്ങ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ലോണം തിളച്ച് എണ്ണ തെളിഞ്ഞ് വരണം. അപ്പോഴേക്കും നമുക്ക് കടുക് പൊട്ടിക്കാം. വെളിച്ചെണ്ണയിൽ കടുക്, പിന്നെ വറ്റൽമുളക്, കുറച്ച് കറിവേപ്പില, കുറച്ച് ഉള്ളി, ചുവന്നുള്ളി നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്യാം. ചുവന്നുള്ളിയൊക്കെ ഇതുപോലെ വരണം. നന്നായിട്ട് ഫ്രൈ ചെയ്ത് വരുമ്പോൾ നമുക്ക് നമ്മുടെ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ല സൂപ്പർ കറിയാണ്, നല്ലൊരു തീയലാണ്. കാഷ്യൂ ഇതുപോലെ പച്ച കാഷ്യൂ വെച്ച് ഇതുപോലെ ഉണ്ടാക്കും തീയൽ. അത് നല്ല രുചിയാണ്. പച്ച കാഷ്യൂ ഒക്കെ കിട്ടാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ കാഷ്യൂ കൊണ്ട് ഉണ്ടാക്കിയത്. മറ്റേ പച്ച കാഷ്യൂ ആണെങ്കിൽ സൂപ്പർ രുചിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതുപോലൊരു തീയൽ വീട്ടിലുണ്ടാക്കി നോക്കണേ. നല്ല സൂപ്പർ തീയലാണ്. നല്ല രുചിയും മണവും ഒക്കെയുള്ള നല്ല സൂപ്പർ തീയൽ.